ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ ചങ്ങൾക്കും സുഖമല്ലേ? മുഹറം 9 നോമ്പിൻ്റെ മുഹറം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് അയില മൂത്തച്ഛൻ്റെ വക കിട്ടീനി. നമ്മുടെ ഏട്ടത്തിൻ്റെ മാപ്പിള കുറച്ച് അയില ഉണ്ടെന്ന് തോന്നി. അപ്പോൾ ആ അയില ഉണ്ടാക്കണ ആ അയിലക്കറിയാണ് ഇപ്പോൾ നമുക്ക് 2-3 ദിവസമായിട്ട് കേട്ടോ. അയില പൊരിച്ചതും അയില കറിയൊക്കെ കൂടെ ആയിട്ട് അങ്ങനെയാണുള്ളത്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നോമ്പുണ്ടാവും ഇക്കാലല്ലേ. എൻ്റെ അവിടെ ഞാൻ മാത്രം നോറ്റിട്ടുള്ളൂ, മക്കളൊന്നും നോറ്റിട്ടില്ല. ഇന്നലെ അത്താഴത്തിന് എണീക്കാതെ നോറ്റാണ്. അപ്പോൾ ഞാൻ മക്കളൊന്നും നോൽപ്പിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് അയില തേങ്ങ അരച്ച് കറി വെക്കണതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി 2-3 തക്കാളി എടുത്തിട്ട് അരിഞ്ഞ് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തതൊന്ന് ഉടച്ച് കളഞ്ഞുകൊണ്ട് ഞാൻ പല ടൈപ്പിലും ഉണ്ടാക്കലുണ്ട്. ഇന്നിപ്പോൾ ഒരു തരികട ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നപ്പോൾ കുറച്ച് നേരം വൈകി. മോളായിട്ട് പല്ലിന് കാണിച്ചാൻ വേണ്ടിയിട്ട് പോയിന്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് അയിലക്കറി ഉണ്ടായിന് ബാക്കി. അപ്പോൾ അയിലക്കറി കൂടെ ഒന്ന് ഒരു സിമ്പിൾ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ അയില മുളക് ഇട്ടേന്. അപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അതിൽ തന്നെ ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ തേങ്ങ അരക്കണമെങ്കിൽ ആകുമ്പോൾ അധികം വേണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കാണണം നിങ്ങൾ. പിന്നെ ഇനി ഇത് കുറച്ച് കറിവേപ്പിൻ്റെലൊക്കെ കൂടെ ഇട്ടുകൊണ്ട് ഇത് നന്നായിട്ട് തീമൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ചൊരു ഉലുവയും കുറച്ച് മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഇട്ടുകൊണ്ട് ഇതൊന്നങ്ങോട്ട് തീമൽ വെക്കാമെന്ന് വിചാരിച്ച്. ഇത് തീമൽ വെച്ചതിന് ശേഷമാണ് അടുത്ത പരിപാടി നോക്കാൻ. പിന്നെ സമയമാണെങ്കിൽ കുറേ വൈകുകയും ചെയ്തിങ്ങനെ. ഞങ്ങൾ പോയി വന്നപ്പോഴത്തേന് 5 മണിയൊക്കെ കഴിഞ്ഞിങ്ങനെ. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ തരികയുടെ പരിപാടികളൊക്കെ. കുറച്ച് വെള്ളം പറഞ്ഞാണ്ട് ചുവറ്റിങ്ങാണ്ട് ഇതങ്ങോട്ട് തീമൽ വെക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ പുട്ടാണ് നമുക്കിന്ന് അതിലേക്ക് കൂട്ടാനുള്ളത്. അപ്പോൾ പുട്ട് പൊടി കുഴക്കാനാണ്. ഞാൻ ആദ്യം തന്നെ ചെയ്യലെന്താ വെച്ചാൽ കുറച്ച് അധികം വെള്ളമുണ്ട് പാർന്നു, നല്ല വെള്ളം പാർന്നുകൊണ്ട് കുറച്ച് നേരം മൂടി വെക്കും. എന്നാലും പുട്ടുപൊടിക്ക് വെള്ളം തികയില്ല കേട്ടോ. അത് പിന്നെ എടുത്ത് പിന്നെ വെള്ളമാക്കി. ഞങ്ങൾക്ക് അനുഭവം ഉണ്ടാവുമായിരിക്കാമല്ലേ. അപ്പോൾ നമ്മളെ മോളിങ്ങനെ ഓരോ പരിപാടിക്ക് അതിൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ ഒരു സാധനം കൂടി ഉണ്ടാക്കുന്നുണ്ട്, രായിപ്പുട്ട്. രായി സേമി ഇത് ഒറിജിനൽ തന്നെ ആയിരിക്കും, എനിക്കറിയില്ല കേട്ടോ. ഏതായാലും രായി സേമി ഉണ്ട്, അതും ഈ സാധാ പുട്ടും കൂടി ഉണ്ടാക്കണത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറേ കാലമായി തിന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ഞാൻ മറന്നുകണ്, വെള്ളം എത്രയാണ് ചേർക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഒന്ന് നോക്കിയത്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ വലിയ മോളെ കൊണ്ട് ഒരു തേങ്ങ പൊളിപ്പിച്ചു. അത് 37 അപ്പം തന്നെ ഓട്ടാക്കി എൻ്റെ വെള്ളിൽ കൂടി വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് കിട്ടാം. ഏതായാലും നേരക്ക് പൊട്ടി കിട്ടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടാണ്. ഇതിക്കും വേണം, പുട്ടുക്കും വേണം. അയില തേങ്ങ അരച്ച് കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിക്കും വേണം കറി, അതിക്കും വേണം തേങ്ങ. ഇതിപ്പോൾ എൻ്റെ പഴയ ചിര കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ചിര ഉള്ളത്, മറ്റേ ചിര ഇല്ല. എനിക്കിഷ്ടം ഇതാട്ടോ. ഇരുന്ന് ചിരണ്ടി കഴിയുമ്പോൾ ആകും. മറ്റേത് നിന്ന് ചിരണ്ടുമ്പോൾ എനിക്ക് ഉയരം കൂടിയിട്ടാണ് എന്താവുക, തോള് ഭയങ്കര വേദന. ഇതിൻ്റെ തേങ്ങാക്കള്ളി മോളാണ്. അതിന് ഓരോ വട്ടവും ഓരോ പണിക്കും തക്കാളി എടുത്തരാനും പുട്ടിക്ക് വെള്ളം വാരാനും തേങ്ങ ചിരണ്ടിയാനും അതിനെന്തിനും എല്ലാം എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പുട്ടൊന്നും കൂടി എടുത്ത് നോക്കിയപ്പോൾ അതിൽ വെള്ളമൊന്നും ആയിട്ടില്ല. പിന്നെയും വെള്ളം പാർന്ന് ഞാൻ പുട്ട് കുഴക്കണ പരിപാടിയിൽ തന്നെ വെള്ളം ശരിയാവണ്ടേക്ക്. അങ്ങനെ പുട്ടുപൊടി ഏകദേശം റെഡി ആയിക്കണം. എൻ്റെ അമ്മ പറഞ്ഞതാണ് പുട്ടുപൊടി ഇങ്ങനെ കുഴക്കുമ്പോൾ ഒന്ന് ഉരുട്ടി നോക്കിയിട്ട് അതൊന്ന് പൊടിയണ ഭാഗമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ വിധം അയക്കണമെന്നാണ് പറഞ്ഞിട്ടോ. അങ്ങനെ അതായി. അപ്പോൾ അടുത്തത് സേമിയ പുട്ടിൻ്റെ ഇതാണ്. അതൊന്നും കൂടെ വെള്ളം നോക്കി അതൊന്നും കൂടി വെള്ളമാക്കിയാണ്ട് ചെയ്യണ പരിപാടിയിലാട്ടപ്പോൾ. അപ്പോൾ നനവൊക്കെ പാകമായിട്ടാണ്. അപ്പോൾ നമ്മൾ പൊടിയായിട്ട് പുട്ടുണ്ടാക്കാനുള്ള തയ്യാറിലാണ്. ആ സ്പൂണായിട്ടാണ് കോരിയിടില്ല. അതാകുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ഞാടൊന്നുമില്ല. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ മോള് മറ്റേ പൂച്ചക്കുട്ടീനായിട്ടൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ അയിലേക്കുള്ള കറി, അയിലക്കറിക്കുള്ള തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് കണ്ട് വെച്ചാണ്. തേങ്ങ അവിടെ അങ്ങനെ അരക്കണതിൻ്റെ ഇടയിൽ നമ്മളെ പുട്ട് വെന്തപ്പോൾ പുട്ട് കുറ്റിയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ അടുത്ത സേമിയ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ, രായിപ്പുട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കറിക്കുള്ള തേങ്ങ കണ്ട് പാർന്നു. സേമിയ പുട്ടിൻ്റെ ആ കുറ്റിൻ്റെ കയ്യിൽ നിന്ന് വീണിന്, അതുകൊണ്ടാണ് അത് വീണ്. അതൊരു സുഖമില്ല, ശരിയായിട്ടില്ല. അപ്പോൾ നമ്മളെ
പുട്ടും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കാനുള്ള എല്ലാം സെറ്റായിക്കണ്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.